ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഒളവറ പാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂര് ഒളവറ പാലം നമ്മൾ കയറി ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മ എവിടെയാ പോകുന്നത്? നമ്മ പോകുന്നത് ഒളവറ മുണ്ടിക്കാൽ ഉത്സവം കൂടിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ അമ്പലവും പരിസര പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒളവറ മുണ്ടിയ പറയുന്നത് പയ്യന്നൂരിലൊരു ഫേമസ് അമ്പലമാണ്. കൂടുതലൊന്നും ഇതിനെപ്പറ്റി അറിയില്ല, കാരണം ഞാനൊന്ന് 2 പ്രാവശ്യം പോയിട്ടില്ലോ. അപ്പൊ പോയിട്ട് കാണിച്ചു തരാം എങ്ങനെയാ അമ്പലം എന്നൊക്കെ നമുക്ക് പോയിട്ടൊന്ന് നോക്കാം. ചൊറച്ചക്കനുണ്ട് ഗൈസ് നമ്മുടെ കൂടെ. കുഞ്ഞു ചൂട്ടാ അടങ്ങിയിരിക്കേ. അപ്പൊ നമ്മള് ഒളവറ പാലം ഇറങ്ങി കഴിഞ്ഞു. ഇപ്പം അമ്പലത്താനായി. അമ്പലത്തില് എത്തിയാ. അപ്പൊ ഗൈസ് നമ്മൾ ഒളവറ മുണ്ടിലേക്ക് പോവേന്ന്. വണ്ടി സൈഡാക്കി നമ്മൾ നടക്കേന്ന്. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. അപ്പൊ നടക്കാന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇത് പരിപാടി ഉണ്ടല്ലേ? ഇത് സ്റ്റേജില്ലേ പരിപാടിന്റെ? സ്റ്റേജിൽ ഇത് ഗൈസ്, ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. മ്യൂസിക് ഷോ ആണെന്ന് തോന്നുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും നമ്മൾ മുണ്ടേക്കാലം എത്തിയിട്ടുണ്ട്. അവൾ നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങാൻ പൈസ വാങ്ങാൻ പോയതാണ് ഗൈസ്. ഹായ്. ഇതില്ലേ നെല്ലിക്ക വാങ്ങാൻ 500 രൂപ. എന്റെ ഹസ്ബൻഡ് റിച്ചാണ്. 500 രൂപ അയാളെ പാട്ടും അതും ചില്ലറ ഉണ്ടാവും. ചില്ലറ ഉണ്ടാവൂല അവരുടെ അടുത്ത്. ഈ ഫോണിന്റെ ബാക്കിലുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്. എന്റെ ഫോണിൽ പൊതുവെ വെക്കാറുണ്ട്. ഉണ്ടാ സോറി കളിയാ. അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് നെല്ലിക്ക വാങ്ങുന്നതാണ്. അതെയാ, നെല്ലിക്ക 2 എണ്ണം. എനക്ക് വേണ്ടണേ, എനിക്ക് നെല്ലിക്ക വേണ്ട. പിന്നെ നെല്ലിക്ക ഇങ്ങനെ വിൽക്കുന്ന ചെറിയ ചെറിയ സെറ്റപ്പിലുള്ള പരിപാടി. അവിടെ പോയിട്ട് ഗൂഗിൾ പേ ഉണ്ടോ വെച്ച വ്യക്തി ഇവിടെ നിൽക്കുന്നു. നല്ല ഏട്ടൻ പോകുമ്പോ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കിയാ. വേണ്ട ഏട്ടാ, ഒന്ന് മതി. വേണ്ട, ഓന് വേണ്ട ഏട്ടാ, ഓന് വേണ്ട. എന്നാ നല്ല നന്നായി പൈസ കൊടുക്കണത്. നമ്മൾ വരുമ്പോൾ കൊടുത്താൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത്ര നല്ല മനുഷ്യനായിരുന്നു കാണും. അടിച്ചു നോക്കാം. സൂപ്പർ നെല്ലിക്കാട്ടാ, ഒന്നുകൂടി വാങ്ങാം. ഇതാണ് ഒളവറ മുണ്ടിയ. ഫ്രണ്ടിൽ തന്നെ കയറാം. വാ, ഇരുന്നേ കയറാം. വെറുതെ അല്ല നിനക്ക് അവരത് വെറുതെ വന്നത്. അല്ല പാവത്തരം. ഒരു കുട്ടി, നാടോടി പെൺകുട്ടി. രാജസ്ഥാനി.
ഉണ്ട്. നല്ല സ്ഥലമല്ലേ? സൂപ്പർ സ്ഥലമാണ് ഗൈസ്. എന്നൊരു മുണ്ടിയക്കര. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് അമ്പലത്തിൽ വന്നിട്ടുണ്ട് ചെറുതില്, പിന്നെ ഇങ്ങോട്ടേക്ക് ഇത് അമ്പലത്തിനുള്ളിൽ നാഗത്തിന് അങ്ങോട്ടേക്കുള്ള സ്ഥലമാണ്. നല്ലൊരു പ്രത്യേക വൈബ് ഇങ്ങോട്ട് നടക്കുമ്പോൾ. കുളമുണ്ട് ഇവിടെ, അമ്പലക്കുളമുണ്ട്. അതായത് അമ്പലക്കുളമാണ് ഇടാ. ശരിക്കും ഒരു ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഇപ്പുറം സൈഡിലെല്ലാം മൊത്തം. അപ്പുറം നാഗമുണ്ട്, നാഗസ്ഥാനാണ്. ഇതാണ് കുളം. ഇവിടെ കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ മാത്രമേ കുളിക്കുള്ളൂ. ഇതാണ് അമ്പലക്കുളമാണ്. നല്ല രസമുണ്ടല്ലോ ഈ പഠിപ്പുര. സൂപ്പർ. പക്ഷെ ഇവിടെ കുളവുമായി ബന്ധപ്പെട്ടവർ മാത്രമേ കുളിച്ചുകൂടുന്നാണ് പറയുന്നത്. നമ്മൾ കുളിക്കാവുന്നില്ലല്ലോ, നമുക്ക് ഇറങ്ങില്ല. നല്ല പഠിപ്പുരയൊക്കെയുള്ള കുളമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പുറ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പൊ അവിടെ തോറ്റം തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ചെണ്ടമുട്ടം നിൽക്കുന്നുണ്ട്. ഭയങ്കരപ്പെട്ട വെടി. തോറ്റം തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിൽക്കുന്നു. ഐസ്ക്രീമാ? ചൊമ്പൂലേ? ചൂടുവെള്ളം കുടിച്ചോളൂ അല്ലേ? സ്ട്രോബെറി വെനില മിക്സേ കഴിക്കും. നാളെ ഇളകും.
എനക്കല്ല ചുമ, എനിക്ക് ചുമ. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കും. പക്ഷെ നമ്മളൊരു സാധനം കഴിക്കുന്നത് എന്താണ്, നമ്മളൊരു സാധനം കഴിക്കുന്നത് ഐസ്ക്രീം തിന്നുന്ന ചെക്കൻ്റെ മുഖം കാണിക്കും. ഓ മല 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 മല. കുറെ ക്യാഷ് പൈസക്കറിയാ പൈസക്കറിയാ. എൻ്റെ ഹസ്ബൻഡ് റിച്ചാ. ഓക്കെ ലെറ്റ്സ് ഗോ. ഒന്ന് വാങ്ങിയതിന് ക്ഷീണം. അത്യുത്തര കേരളത്തിലെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥന കൊണ്ടും പ്രസിദ്ധി കൊണ്ടും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന കളിയാട്ടം മഹോത്സവത്തിന്റെ 4ാം സുദിനമായ ഇന്ന് അല്പസമയത്തിനകം തന്നെ സംഗീതിക ഫ്യൂഷൻ ബാൻഡ് ഒരുക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ് ആധുനിക ശബ്ദപ്രകാശ വിന്യാസങ്ങളുടെ അകമ്പടിയോടെ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. നമ്മളൊരു സമ്മാന കൂപ്പൺ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ജുപ്പി. അപ്പൊ നമുക്ക് തന്നെ ഓക്കെ. എപ്പാ നറുക്കെടുപ്പ്? രസമില്ല. സ്കൂട്ടർ മാറ്റി തരുമോ? ആദ്യം കയ്യിൽ 10 രൂപ കൊടുക്കാനുണ്ട്, മറന്നേക്കണ്ട. അപ്പൊ ഗൈസ് നമ്മൾ പോകുന്നത്, ഒരു സാധനം കണ്ടു, അത് കഴിക്കാനാണ് പോകുന്നത്. എന്താണെന്ന് പറയാമോ? ആ തൂക്കിയിട്ടിരിക്കുന്ന സാധനം പാനിപ്പൂരി ഉണ്ടോ? എനിക്ക് ബജ്ജി മതി ഗൈസ്. വേണ്ട കോളിഫ്ലവർ തീർന്നു. ഇങ്ങനെ കഴിക്കും. ഭക്തജനങ്ങളെ, കഷ്ടനഷ്ടങ്ങൾ കരുതി വരുത്താൻ ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച ഇഷ്ടദൈവങ്ങൾ ഉറഞ്ഞാടുന്നു. വടക്കൻ കേരളത്തിന്റെ മടിത്തട്ടിൽ പൗരാണിക പ്രതിയോടെ ചലിച്ചു നിൽക്കുന്ന ശ്രീ ഒളവറം വട്ടിയക്കാവ് കളിയാട്ടം മഹോത്സവത്തിന്റെ 4ാം സുദിനമായ ഇന്ന് അല്പസമയത്തിനകം തന്നെ സംഗീതിക ഫ്യൂഷൻ ബാൻഡ് ഒരുക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ് കലാസ്വാദകർക്കായി പ്രത്യേകം സജ്ജമാക്കിയ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. കളിയാട്ടം മഹോത്സവത്തിന്റെ 5ാം സുദിനമായ നാളെ രാത്രി 7 മണിക്ക് ശിഖാരിമേളത്തിന്റെയും മുത്തുകുടകളേന്തിയ അങ്കണമാരുടെയും താലംവലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ വർണ്ണശബളവും നയനമനോഹരവുമായ കാഴ്ച ക്ഷേത്രാന്തി. കളിയാട്ടം മഹോത്സവത്തിന്റെ സമാപന സുദിനമായ മാർച്ച് 10-ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദാനവിശേഷങ്ങളിൽ സവിശേഷമായ അന്നദാനം. മുഴുവൻ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്ന സ്വാഗതം ചെയ്യുന്നു ശ്രീ ഒളവറം വട്ടിയക്കാവ് കളിയാട്ടം മഹോത്സവം. തീർന്നു മോനെ. ഉണ്ടാ നമ്മളെന്തിനാണ് നിൽക്കുന്നത്? ഫ്ലൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഇവന് മാത്രമല്ല എനക്കും വേണം. അപ്പൊ നീ പറയുന്നു ഇവന്. എന്താ വേണ്ട പറയണ്ട. ആ ഇവിടെ മ്യൂസിക് ഷോ തുടങ്ങാൻ പോവുകയാണ്. പറങ്കി വേണ്ട, ഇത് കടിച്ചു തരുന്നു.
ബജ്ജി നല്ല ചൂട് ബജ്ജി ഇപ്പം വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ടോ? നല്ല എരിവുണ്ട് കേട്ടാ. അവസാനം ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനെ എരിവ് ഉണ്ടാവില്ലല്ലോ. ലാസ്റ്റ് ആകുമ്പോൾ കോളിഫ്ലവറിനെ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇന്ന് മ്യൂസിക് ഷോ ഉണ്ട്, അതിന്റെ ഒരുക്കങ്ങളാണ് നട തുടങ്ങണത്ര. അവര് മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നത്ര. വേണം. വേണ്ട വേണ്ട ഇങ്ങോട്ട് വേനിച്ചൂട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ മുണ്ടക്കാട് തൊഴുതിട്ട് മടങ്ങി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ പറ.